ഇന്നത്തെ ആശാ സ്പെഷ്യൽസ് വഴുതിനങ്ങ മസാലക്കറി. 4 വഴുതിനങ്ങ കഷ്ണങ്ങളായി മുറിച്ചത്. അതിലേക്ക് 2 സവാള, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ഉപ്പ്, നാളികേരപ്പാൽ, അരമുറി നാളികേരത്തിൻ്റെ പാല്. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ചീരകം ഇടണം. 2 സ്പൂൺ പെരിഞ്ചീരകം. എണ്ണ മൂത്തതിന് ശേഷം രണ്ട് സവാള കൊത്തിയരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് മൂത്ത് വന്നതിന് ശേഷം ഉള്ളിയൊക്കെ മൂത്തതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി ഇട്ട് മസാലകളെല്ലാം മൂത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. 2 തക്കാളി പുളിക്ക് ആവശ്യമുള്ളത്. അത് വാടി വന്നപ്പോൾ വഴുതിനങ്ങ ഇട്ട് കൊടുക്കുക. വഴുതിനങ്ങ വേകാനുള്ള വെള്ളം. വഴുതിനങ്ങ വേഗം വേകും. അപ്പോൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക. വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കുക. പെട്ടെന്ന് വേവും വഴുതിനങ്ങ. ഇനി ഉപ്പിട്ട് കൊടുക്കുക. വെന്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടിട്ടുണ്ടായില്ല തീരെ. എല്ലാം വെന്ത് പാകമായതിന് ശേഷം നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം വറ്റിപ്പോയി. ഇനി നാളികേരപ്പാലിൽ കിടന്നിട്ട് മസാലയും വഴുതിനങ്ങയും ഒന്നും കൂടി ഒന്ന് കുറുതായി വരും. വറ്റി വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിയെല്ലാം ശരിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വഴുതിനങ്ങ കറി.